നമസ്കാരം. നമ്മുടെ ബാംഗ്ലൂരിൽ ഇപ്പോൾ ഡെവലപ്പായി വരുന്ന ഏറ്റവും ഒരു വലിയ ഏരിയകളിൽ ഒന്നാണ് ഹൊസ്കോട്ട എന്ന് പറയുന്നത്. ഹൊസ്കോട്ടയിൽ നമ്മളെ മലയാളികൾക്ക് എന്താ പറയാ ഓർത്തിരിക്കാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല, കുറവാണ്. അപ്പൊ എന്തായാലും എന്താ പറയാ അഭിലാഷ് ഏട്ടന്റെ ഇടിയപ്പംസ് അല്ലെ, ഇടിയപ്പംസ് റെസ്റ്റോറന്റ് ഇവിടെ ഹൊസ്കോട്ടയിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അഭിലാഷ് ഏട്ടൻ നിങ്ങൾ കുറെ ആയോ ബാംഗ്ലൂരിൽ? ഞാൻ 25 കൊല്ലായി. ഈ ഒരു ഫീൽഡ് ആയിട്ടാണോ? ഈ ഫീൽഡിൽ പല റെസ്റ്റോറന്റ് ആയിട്ടാണ് ചെയ്തത്. അതെങ്ങനെ എത്തി ഇവിടെ ബാംഗ്ലൂർ? ഞാൻ ഇവിടെ പഠിക്കാൻ വന്നു. പഠിക്കാനോ? അതെ, പഠിക്കാൻ വന്നപ്പോൾ എനിക്കൊരു കുറെ മെസ്സുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ ഒന്നും ക്വാളിറ്റിയിൽ എനിക്ക് അത്ര തൃപ്തനല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഷാപ്പിലുള്ള ആൾക്കാർ എന്നോട് കുക്കുമാരറിയാം, നമ്മുടെ ചേട്ടന്മാരാ, നമ്മൾ അവരെ പോയി കണ്ടിട്ട് അവർ വരാൻ പറഞ്ഞു. അവർക്ക് ചെറിയ പേയ്മെന്റ് അവിടെ കിട്ടാറുള്ളൂ. നമ്മൾ ഇച്ചിരി പേയ്മെന്റ് കൊടുത്തിട്ട് കൊണ്ടുവന്നു ഒരു മെസ്സ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് രാജകേന്ദ്രൻ തുടങ്ങുന്നത്. പിന്നെ അത് നോക്കിയപ്പോൾ അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അടുത്ത് ജോലിക്ക് പോകുന്നൊക്കെ ജോലിക്ക് പോയി നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ചെലവിനുള്ള കാശ് പോലും അതിൽ കിട്ടുന്നില്ല. ഞാൻ അടുത്ത് ബെറ്റർ ചെയ്ത് തന്നെയാണ്. അപ്പൊ അതിലോട്ട് അങ്ങ് ഫോക്കസ് ചെയ്തു. ബാംഗ്ലൂരിൽ പഠിക്കാൻ വന്നിട്ട് ഒരുപാട് പേര് മറ്റ് മേഖലകളിലേക്ക് മാറി സക്സസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അതില് അഭിലാഷ് ഏട്ടന്റെ ഈ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മളെ നാടൻ ഐറ്റംസ് ഉണ്ടല്ലോ അല്ലെ, ആ തലക്കറി പ്യുവർ നാടൻ. എന്റെ കുട്ടനാട്ടിലെ, ഞാൻ കാവാലംകാരനാണ്. ആ കാവാലത്തുള്ള ഞാൻ കഴിച്ച് പരിചിതമായിട്ടുള്ള സാധനങ്ങൾ മാത്രം. വേറെ ഒരു സാധനം, ഒരു ചൈനീസ് ഇല്ല, തന്തൂരില്ല, അറേബ്യനില്ല, ഒന്നുമില്ല. ഒള്ളി പ്യുവർ നാടൻ ഷാപ്പ് കറികൾ. പക്ഷെ നമ്മൾ ഈ നാടൻ ഐറ്റംസ് ഞാനിപ്പോൾ പല സ്ഥലത്ത് പോകുന്ന സമയത്തും മലയാളികളെക്കാട്ടി കൂടുതലും ഈ കന്നടക്കാരും അവർ പഠിച്ചു, അവർ ടൂറിസ്റ്റ് പോയി അവരിപ്പോ നമ്മുടെ ഫുഡ് അവർ തേടി നടക്കാണ്. അതെ അതെ, നമ്മളെ ചോറ് അവർ കഴിക്കുന്ന കാണുമ്പോഴേ, നമ്മൾ സ്റ്റീം റൈസ് ഒക്കെയാണ് അവർ കഴിക്കുന്നത്. പക്ഷെ നമ്മൾ ആ ചോറും ആ മീൽസും അതിന്റെ കൂടെ, ഇന്നലെ ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ നമ്മളെ നല്ല നാടൻ ചോറും കടലക്കറി ഉണ്ട്. ഒരാൾ നന്നായിട്ട് അടിപൊളി നോക്കുമ്പോൾ അയാൾ കന്നടക്കാരനാ, എനിക്ക് നിങ്ങളെ കടലക്കറി ഭയങ്കര ഇഷ്ടമാണ്. അല്ല അങ്ങനെയല്ല, നമ്മളിപ്പം 25 വർഷമായിട്ട് ഇവരുടെ ഒരു ഫുഡ് ടേസ്റ്റ് കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഐഡിയ ഉണ്ട്. നമ്മളൊന്നിലും ഓവർ സ്പൈസ് ഇല്ല, അതൊരു മീഡിയം സ്പൈസ് ഇല്ലേ, നമ്മുടെ ഫുഡ് ഇവർക്ക് കൊടുത്തവർക്ക് വളരെ ഇഷ്ടമാണ്. അത് ഞാൻ പ്രൂവ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാനൊരു പിന്നെ കഴിഞ്ഞൊരു കുട്ടനാട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മുടെ ഒരു ഫ്രണ്ട്സിന് കൊടുത്തു. പിന്നെ ആറ്റുതീരം കൊടുത്തു. പിന്നെ എം കേരളം. പിന്നെ ലാസ്റ്റ് ഇത് കൊടുക്കുന്നുണ്ടോ? കാരണം ഈ സെറ്റപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പുതിയ കുടിക്കാനല്ല, നമ്മൾ ഇതിന്റെ ഒരു പാർട്ടായിട്ട് ലാസ്റ്റ് വരെ നമ്മുടെ നിങ്ങൾ കുറെ ഇങ്ങനത്തെ സംഭവങ്ങളെ ഉണ്ടാക്കിയെടുത്തു. അതെ, നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം ഇപ്പോഴും റണ്ണിങ് ആണ്. അതെ, നല്ല പേരല്ല. അതെ, നല്ല വലിയ പേരിൽ തന്നെ. കാരണം ഒരു മീൽസ് കഴിക്കണം ചിന്തിക്കുന്ന റെസ്റ്റോറന്റുകളുടെ പേരാണ് നിങ്ങൾ പറഞ്ഞതല്ല. ഓക്കെ, അപ്പം ഇപ്പൊ ഫാമിലി ഒക്കെ ഇവിടെ തന്നെ ആണോ? അതെ, ഞാൻ മാത്രമല്ല കേട്ടോ, ഞാൻ എന്റെ 2 പാർട്ട്നേഴ്സും ഉണ്ട്. ഞാനിപ്പോ നേരത്തെ ഒന്നും പാർട്ണർഷിപ്പിലല്ല. ഈ ഒരു ഇടിയപ്പംസ് പേരിടാനുള്ള ഒരു കാരണം എന്താ? ഈ ഒരു റെസ്റ്റോറന്റ് വേറെ കുറെ പേരുകളെല്ലാം ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒന്നും കിട്ടാനില്ല. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് അപ്പംസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ അവിടെ കൊത്തന്നൂരുണ്ട്. അപ്പം ഇപ്പൊ ഞാനോട് ഇവരപ്പംസ് കിട്ടില്ല, നമുക്ക് ഇടിയപ്പംസ് ഇട്ടേക്കാം. അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇടിയപ്പംസിൽ എങ്ങനെ രാവിലെ മുതൽ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഉണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ. മൺഡേ ഹോളിഡേ. അതെ, സ്റ്റാഫിന് ഹോളിഡേ കൊടുക്കുന്നുണ്ട്. അതെ, സ്റ്റാഫ് നമ്മുടെ എന്താ പറയുക ബാക്ക് ബോൺ അവരാണ്. അതുകൊണ്ട് അവർക്ക് കുറച്ച് ഒരു ലീവ് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ നമ്മളെ നാടൻ ഐറ്റംസ് ബിരിയാണി, പോത്ത് ബിരിയാണി എല്ലാം ഉണ്ട്. നമ്മുടെ ഫിഷ് വെറൈറ്റീസ് ഉണ്ട്. ഫിഷ്, ബീഫ്, ചിക്കന്, പ്രോൺസ്, ക്രാബ്, കൂന്തല്, കക്കയിറച്ചി, താറാവ്, തലക്കറി എല്ലാം ഉണ്ട്. വരാല്, മീൻപീര, പിന്നെ തൊട്ടപ്പുറത്തൊരു ഷാപ്പ് കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി. കള്ള് മാത്രമേ ഇവിടെ ഇല്ലാത്തുള്ളൂ. കള്ളിന് ലൈസൻസ് കിട്ടിയാൽ ഞാൻ അതും ഇടും. എന്തായാലും നമ്മുടെ നാട്ടിലെ നല്ല ഷാപ്പ് കറി ഐറ്റംസ് നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഹൊസ്കോട്ടയിൽ, നിങ്ങൾ ഇനി ദൂരെ അങ്ങോട്ടൊന്നും വരണ്ട, വൈറ്റ് ഫീൽഡ് വരെ എത്തൊന്നും വേണ്ട. ഹൊസ്കോട്ടയുള്ള മലയാളികൾക്ക് വലിയൊരു കംപ്ലൈന്റ്, നമുക്ക് പോയി കറങ്ങാൻ പറ്റും. കാരണം ഇവിടെ ഒരുപാട് റെസിഡൻഷ്യൽ ആയിട്ട് ഫാമിലി ആയിട്ട് താമസിക്കുന്ന മലയാളികളുണ്ട്. ഇവർക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വൈറ്റ് ഫീൽഡ് എത്തണം, അല്ലെങ്കിൽ MG റോഡ് എത്തണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഇടിയപ്പം എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇടിയപ്പംസ് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ലഞ്ച്, നമ്മളിത് അങ്ങനെ ഒരു മീൽസ് ഒക്കെ കഴിക്കാനുള്ള റെഡിയിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ഒരു ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ കൂട്ടി വരാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ. അപ്പം എന്തായാലും എല്ലാവരും മീൽസ് ഒന്ന് എൻജോയ് ചെയ്യാം. അതെ അല്ലേ? അപ്പം എന്തായാലും നമ്മുടെ ബാംഗ്ലൂരിലുള്ള മലയാളികൾക്ക് ഇത് വലിയൊരു ഇൻഫർമേഷൻ തന്നെ ആവട്ടെ. ഇനി നിങ്ങൾ ഹൊസ്കോട്ടയിൽ വന്നാൽ ദം ബിരിയാണി കഴിക്കാൻ പോരുത്, നമ്മൾ അഭിലാഷ് ഏട്ടൻ്റെ ഇടിയപ്പംസിൽ വന്നിട്ട് ഇവിടെ നല്ല തലക്കറി കപ്പായിട്ട് അടിച്ചോളി. അപ്പോൾ ഇടിയപ്പം റെസ്റ്റോറൻറ്റിലേക്ക് വരുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഇവിടെ നല്ല അടിപൊളി പാർക്കിംഗ് ഉണ്ട്. സർ, ഈ കോംപ്ಲೆಕ್ಸ್ ಇವಾಗ ಓಪನ್ ಆಗಿದೆಯಲ್ಲ? ಈ ಕಾಂಪ್ಲೆಕ್ಸ್ ಓಪನ್ ಮಾಡಿ 2 ತಿಂಗಳಾಯ್ತು. ಹೌದಾ? ಓಕೆ. ಇಷ್ಟು ಪಾರ್ಕಿಂಗ್ ಎಲ್ಲ ಚೆನ್ನಾಗಿದೆ. അതെ, നമുക്ക് ഒരുപാട് വണ്ടി വരാനുള്ള പാർക്കിംഗ് ഉണ്ട്. പിന്നെ അവരെ തൊട്ടടുത്ത് തന്നെയായിട്ട് KFC, ഇങ്ങനെ പല ബ്രാഞ്ചുകളുണ്ട്, പല ബ്രാൻഡുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഒരു ഔട്ടിങ്ങിന് ഇല്ല ഈ കടയിൽ ഇറവരെല്ലാവർക്കും
ಒಂದು ಔಟಿಂಗ್ ಹೋಗ್ಬೇಕಂದ್ರೆ ಒಂದು ಚೆನ್ನಾಗಿ ಒಳ್ಳೆ ಜಾಗ ಇದೆ, ಹೌದು. ಒಂದು 20,000 ಅಡಿ ಪಾರ್ಕಿಂಗ್ ಇದೆ, ಹಾಂ ಓಕೆ ಚೆನ್ನಾಗಿ ಒಳ್ಳೆ ಸುಮಾರು ಒಂದು 150 ಕಾರು ಪಾರ್ಕಿಂಗ್ ಹೌದು ಹೌದು. ಈಗೆಲ್ಲ ಸಪ್ರೇಟ್ ಆಗಿ. അപ്പോൾ നമുക്കൊരു 150 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വെച്ചിട്ടാണ് ഇവർ ഈ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനനുസരിച്ച് തന്നെ നല്ലൊരു കോംപ്ലക്സ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല എന്താ പറയുക ഫെസിലിറ്റി ആയിട്ട്. അപ്പോൾ ഹോസ്കോട്ടയിലൊക്കെ ഉള്ള ആളുകൾക്ക് ഒന്ന് കാറ് പാർക്ക് ചെയ്ത് സമാധാനത്തോടെ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഒന്ന് എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരു ബെസ്റ്റ് സ്പോട്ട്. താങ്ക് യു. ಈ ಏರಿಯಲ್ಲಿ ಎಲ್ಲಿ ಪಾರ್ಕಿಂಗ್ ಇಲ್ಲ ಇಷ್ಟು. ಹೌದು ಹೌದು. ಒಳ್ಳೆ ಪಾರ್ಕಿಂಗ್ ಇದೆ, ಹತ್ರ ಇದೆ, ಒಳ್ಳೆ ಕಾಂಪ್ಲೆಕ್ಸ್ ಚೆನ್ನಾಗಿರುತ್ತೆ. താങ്ക് യു.